വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അതിവേഗ രക്ഷാപ്രവർത്തനം സാധ്യമാക്കാൻ സൈന്യം ബെയിലി പാലം നിർമ്മിക്കും. ബെയിലി പാലത്തിലൂടെ വാഹനങ്ങളും ടിപ്പറുകളും അടക്കം മുണ്ടക്കയിൽ എത്തിക്കും. കെട്ടിടാവശിഷ്ടങ്ങൾ മാറ്റുന്നതിന് യന്ത്രങ്ങൾ അനിവാര്യമാണ്. ഈ സാഹചര്യത്തിലാണ് സൈന്യം ബെയിലി പാലം അതിവേഗം നിർമ്മിക്കാനൊരുങ്ങുന്നത്. യുദ്ധമുഖത്തെ നീക്കങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കുന്ന അതിവേഗ പാലമാകും ചൂരൽമലയിൽ നിർമ്മിക്കുക. ഉരുൾപൊട്ടൽ കനത്ത നാശം വിതച്ച ചൂരൽമലയിൽ നിർമ്മിച്ച താൽക്കാലിക പാലത്തിലൂടെ 500-ലധികം പേരെ രക്ഷപ്പെടുത്തിയിരുന്നു. സൈന്യവും കേരള ഫയർഫോഴ്സും സംയുക്തമായാണ് പാലം നിർമ്മിച്ചത്. അതിവേഗം ആളുകളെ രക്ഷിക്കാനായിരുന്നു ഈ പാലം. എന്നാൽ ഇനി അതിദുഷ്കര രക്ഷാപ്രവർത്തനമാണ് നടത്തേണ്ടത്. അതിൽ വാഹനങ്ങൾ മറുഭാഗത്ത് എത്തേണ്ടത് അനിവാര്യതയാണ്. ഇതുകൊണ്ടാണ് ബെയിലി പാലം നിർമ്മിക്കുന്നത്. മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന് ഇതിൽ വൈദഗ്ധ്യം ഉണ്ട്. കൂടുതൽ സൈന്യവും മുണ്ടക്കയിലേക്ക് എത്തും. ഇന്നലെ ഉച്ചകഴിഞ്ഞ് സൈന്യവും NDRFും അടങ്ങുന്ന ദൗത്യസംഘം പുഴ കടന്ന് മുണ്ടക്കയിലേക്ക് എത്തിയിരുന്നു. കണ്ണൂരിലെ ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സ് സെന്ററിൽ നിന്ന് 200 സൈനികരുള്ള ഇന്ത്യൻ ആർമിയുടെ 2 വിഭാഗങ്ങൾ വയനാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. കണ്ണൂരിലെ സൈനിക ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ സംഘവും കോഴിക്കോട് നിന്നുള്ള ടെറിട്ടോറിയൽ ആർമിയുടെ സേനയെയും വയനാട്ടിലേക്ക് വിന്യസിച്ചിട്ടുണ്ടെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. ഇതിന് പുറമെയാണ് കൂടുതൽ സൈന്യം എത്തുന്നത്. ചൂരൽമലയിൽ JCB ഉപയോഗിച്ച് പരിശോധന നടക്കുന്നുണ്ട്. എന്നാൽ പുഴ കടന്ന് വാഹനങ്ങൾക്ക് പോകാനാകുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ബെയിലി പാലം അനിവാര്യതയാകുന്നത്. ഇത്തരത്തിലൊരു പാലമുണ്ടെങ്കിലേ JCBക്ക് മുണ്ടക്കയിലേക്ക് പോകാനാകൂ. അതിനുവേണ്ടിയാണ് പാലം നിർമ്മാണം. അതിവേഗം ഇത് സാധ്യമാക്കാനാകും സൈന്യം ശ്രമിക്കുക. മേപ്പാടിക്കടുത്തുള്ള ചൂരൽമലയിലും മുണ്ടക്കയിലുമാണ് ഉരുൾപൊട്ടലുകളുണ്ടായത്. ചൂരൽമലയിൽ നിരവധി വീടുകൾ തകരുകയും ഒലിച്ചു പോകുകയും ചെയ്തിട്ടുണ്ട്. നിരവധി പേർ ഇനിയും ദുരന്ത മേഖലയിൽ കുടുങ്ങിയിട്ടുണ്ടെന്നാണ് ആശങ്ക. മുണ്ടക്കയിലെ കെട്ടിടമെല്ലാം ഒലിച്ചുപോയി. ഈ കെട്ടിടാവശിഷ്ടങ്ങൾ സൈന്യം പരിശോധിക്കും. കനത്ത മഴയാണ് ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയത്. മഴയുടെ സാധ്യത ഇപ്പോഴും പ്രദേശത്തുണ്ട്. അതിനാൽ കരുതലെടുത്താണ് രക്ഷാപ്രവർത്തനം. ചൂരൽമലയിലും മുണ്ടക്കയിലുമുണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ മൃതദേഹങ്ങളിൽ 1/3 ലഭിച്ചത് മലപ്പുറം പോത്തുകല്ലിലും സമീപ പ്രദേശങ്ങളിലുമായ ചാലിയാർ പുഴയിൽ നിന്നും കരയിൽ നിന്നുമാണ്. വനത്തിനുള്ളിലും പുഴയിലും ഒഴുകിയെത്തിയതുമായി 34 മൃതദേഹങ്ങളാണ് തിരച്ചിൽ നടത്തുന്നവർ കണ്ടെത്തിയത്. എന്നാൽ കാട്ടിലേക്ക് തിരച്ചിലിനായി പോയവർ അവിടെ നിന്ന് കണ്ടെടുത്ത മൃതദേഹങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ ഏറെ ബുദ്ധിമുട്ടി. ചാലിയാറിലേക്ക് മലവെള്ളം കുത്തിയൊഴുകി വന്നതോടെ കാട്ടിനുള്ളിൽ ചില തുരുത്തുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെ കൂടുതൽ മൃതദേഹങ്ങൾ ഉള്ളതായി തിരച്ചിൽ സംഘത്തിലുണ്ടായിരുന്നവർ പറഞ്ഞു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.